മലൈക്കോട്ടേക്ക് മലൈക്കോട്ടെ വാലിബൻ എത്തിയപ്പോൾ അവിടുത്തെ ഒരു ആവേശം എങ്ങനെയാണെന്ന് കാണാം. MS സനീഷ് കുമാറിന്റെ റിപ്പോർട്ടിലേക്ക്. ലോകമെമ്പാടുമുള്ള മോഹൻലാൽ ആരാധകരെ, സിനിമ ആരാധകരെ ആവേശത്തിലാക്കി മലൈക്കോട്ടെ വാലിബൻ ഇന്നു മുതൽ ലോകമെമ്പാടുമുള്ള സ്ക്രീനുകളിൽ റിലീസ് ചെയ്യുമ്പോൾ അതിന്റെ ആഘോഷ ലഹരിയിൽ തന്നെയാണ് കേരളത്തിലെ മിക്ക തിയേറ്ററുകളും. കോഴിക്കോടും അതിൽ നിന്നും ഒട്ടും വിഭിന്നമല്ല. മോഹൻലാലിനോടൊപ്പം മലയാളത്തിലെ ഏറ്റവും ബീച്ച് സംവിധായകനെന്ന് വിശേഷിപ്പിക്കാവുന്ന ലിജോ ജോസ് പെല്ലിശ്ശേരി കൂടി എത്തുമ്പോൾ ആവേശം വാനോളം എത്തുകയാണ്. വലിയ ആഘോഷ കാഴ്ചകളാണ് പല തിയേറ്ററുകളിലും കാണികൾ ഒരുക്കിയിരിക്കുന്നത്. നമുക്കൊപ്പം എന്തായാലും കോഴിക്കോട്ടെ കാണികളുണ്ട്, കോഴിക്കോട്ടെ മോഹൻലാൽ ആരാധകരുണ്ട്. അവരോട് തന്നെ ചോദിക്കാം, എത്ര വലിയ ആവേശത്തിലേക്കാണ് മലൈക്കോട്ടെ വാലിബൻ? എത്ര വലിയ ആവേശമാണ് മലൈക്കോട്ടെ വാലിബന് ഇറങ്ങുമ്പോൾ ഉള്ളത്? എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ? നമ്മൾ ഏകദേശം ഒരു വർഷം മുന്നേ ഷൂട്ടിംഗ് തുടങ്ങിയ പടമാണ്. നമ്മൾ വളരെ വളരെ ആവേശത്തിലാണ് ആരാധകരും നാട്ടുകാരും എല്ലാവരും ഈ ഒരു സിനിമയ്ക്ക്. കാരണം ലാലേട്ടനും ലിജോ ജോസ് പെല്ലിശ്ശേരിയും കൂടെ ഒന്നിച്ച് വരിക എന്ന് പറയുമ്പോൾ അതൊരു പറഞ്ഞതാണ്, പ്രതിഭയും പ്രതിഭാസവും ചേരുന്ന ഒരു മഹാ അത്ഭുതമാണെന്ന്. ആ അത്ഭുതത്തിന് ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കി. ഒരു ഉത്സവം തന്നെയാണ്. ഇപ്പൊ നിങ്ങളിവിടെ കണ്ടല്ലോ, ഇത്രയും വലിയൊരു ഇതും എല്ലാവരും ഇത്രയും നേരത്തെ എത്തിയതും വലിയൊരു ഉത്സവം എന്ന് പറഞ്ഞാല് നമ്മളെ എന്താ പറയാ, നമ്മളാ ഒരു വർഷത്തിലുണ്ടാകുന്ന ഉത്സവം പോലെ ഒരു വലിയ ഉത്സവം മാറ്റിയിട്ട് എന്താ പറയാ ഒരു ചരിത്രത്തിന്റെ ഭാഗമായി വരും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. വലിയ സിനിമകൾ മലയാളത്തിലില്ല എന്നായിരുന്നു. RRR പോലെ, ബാഹുബലി പോലുള്ള പടങ്ങൾ മറ്റു ഭാഷകളിൽ വരുമ്പോൾ കേരളത്തിൽ വലിയ പടങ്ങൾ വരുന്നില്ല എന്നാണ്. കേരളത്തിൽ ഒരുപാട് നാളുകൂടിയായിരിക്കും ഇത്രയും വലിയൊരു പടം വരുന്നത്. വലിയ പടം മാത്രമല്ല, ലാൽ സാർ ഇത്രയും വലിയൊരു പടം വരുമ്പോ ഈ ബാഹുബലി, KGF പോലുള്ള സിനിമകൾ അന്യഭാഷയെന്ന് വരുമ്പോ മലയാളത്തിൽ ഇത്ര സിനിമകൾ കൊണ്ടുവരാൻ ലാൽ സാർ വന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് സന്തോഷമായി. കാരണം ഈ കാണുന്ന ആൾക്കൂട്ടവും ഇതോ ഈ 6 മണിക്ക് റിലീസും ഒക്കെ അന്യഭാഷ ചിത്രങ്ങളെക്കാൾ കൂടുതൽ മലയാളികളും ലാലേട്ടനും വന്നാലും സ്വീകരിക്കും എന്നുള്ളത് നമുക്ക് ഇതോടുകൂടി മനസ്സിലായി. കാരണം അത്രയും ഒരു ആവേശത്തിലാണ് നാട്ടുകാരും ഫാൻസുകാരും. നമ്മളൊരു ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ഇപ്പം നിമിഷ നേരം കൊണ്ട് ഇപ്പം നമ്മൾ സിനിമയിലേക്ക് കടക്കും. ഒരു വലിയ വലിയ ആഘോഷം, ഈ റിലീസ് കഴിഞ്ഞതിന് ശേഷമുള്ള ആഘോഷം ഇതിന്റെ ബാക്കി പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. എന്താണ് പ്രതീക്ഷ? മലൈക്കോട്ടെ വാലിബനിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? വലിയൊരു വിജയം തന്നെയാണ് ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ ഇവിടെ കണ്ടാൽ തന്നെ അറിയാം, സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്. ഇപ്പൊ ലാലേട്ടനോടുള്ള മലയാളികളുടെ സ്നേഹമാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു വിജയം, മലയാളത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിലേക്ക് ചേർത്ത് വെക്കാവുന്ന വലിയൊരു വിജയം തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്താണ് സ്കൂൾ യൂണിഫോമിലൊക്കെ തന്നെ രാവിലെ സിനിമയ്ക്ക് പോകുന്നു? ഇത് കഴിഞ്ഞ് നേരെ പടത്തിന് പോകാനാണോ? വലിയ മോഹൻലാൽ ആരാധകരാണോ? ഈ സിനിമ ജയിക്കുമെന്നാണോ കരുതുന്നത്? എന്താണ് വലിയ മോഹൻലാൽ ആരാധകരാണോ? എന്താണ് ഇത് കഴിഞ്ഞ് നേരെ സ്കൂളിലേക്ക് പോകുന്നത്? എന്താണ് ഇപ്പൊ രാവിലെ തന്നെ ഇത് വന്ന് കാണാനുള്ള കാരണം എന്താണ്? താല്പര്യമാണ് കാണാൻ. ആദ്യത്തെ ഷോയ്ക്ക് തന്നെ രണ്ടുപേരും വന്ന് കാണുക, ഇതിന് ശേഷം സ്കൂളിൽ പോകുക, അതാണോ? അങ്ങനെ വെച്ചിട്ട് വന്നതാണ്, കാണാൻ വേണ്ടിട്ട് അങ്ങനെ കണ്ടിട്ട് പോവാന്നുള്ള രീതിയിൽ വന്നതാണ്. എവിടെ സ്ഥലം? എവിടെയാണ്? ഞങ്ങള് തിരൂര്. അവിടെ നിങ്ങൾ വന്നാണ് ഫാൻ ഷോ കാണാൻ വേണ്ടി മാത്രം? എല്ലാ സിനിമകളും മോഹൻലാൽ കാണലൊക്കെ ഉണ്ട്. ഇതിങ്ങനെ പോസ്റ്ററൊക്കെ കണ്ടപ്പോ കാണാൻ താല്പര്യം തോന്നിട്ട് വന്നത്. എന്തായാലും സ്കൂളിൽ പോകാനുള്ളതാണ്. തിരൂരിൽ നിന്ന് വരുന്ന ആളുകളാണ്. അവർ രാവിലെ തന്നെ ഇവിടെ എത്തി യൂണിഫോമിൽ തന്നെ തിയേറ്ററിൽ എത്തുക, ഇതിനുശേഷം സിനിമ കണ്ട ശേഷം സ്കൂളിലേക്ക് പോകാം എന്നൊരു കണക്കൂട്ടിലാണ് ഇവർ എത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് ജയ് മോഹൻലാൽ? സൂപ്പർ, അടിപൊളിയായിരിക്കും. വല്ലാത്ത കോംബോ ആണല്ലേ ഈ മോഹൻലാലിനൊപ്പം ലിജോ ജോസ്? സൂപ്പർ ആയിരിക്കും. അടുത്ത വീണ്ടും വീണ്ടും പടങ്ങൾ വരട്ടെ മോഹൻലാൽ. എന്തായാലും ആരാധകർ വലിയ ആവേശത്തിലാണ്. ഒരുപാട് നാൾ കൂടിയാണ് ഇത്തരമൊരു മാസ് പടവുമായി മോഹൻലാൽ എത്തുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി മോഹൻലാലിന്റെ കാര്യമായ സിനിമകൾ തിയേറ്ററുകളിൽ റിലീസ് അല്ലാതിരുന്നു എന്നൊരു ഇതുണ്ടായിരുന്നു. തിയേറ്ററിലെ സിനിമ തുടങ്ങാനുള്ള സമയമായിരിക്കുന്നു. എല്ലാവരും തിയേറ്ററിനുള്ളിലേക്ക് പോകുന്ന രംഗമാണ് കാണുന്നത്. സിനിമയ്ക്ക് കയറിയതിന്റെ ഇരട്ടി ആളുകൾ ഇപ്പോഴും പുറത്തു നിൽക്കുന്നു എന്നതാണ് വാസ്തവം. എല്ലാവർക്കും മലയാളത്തിലെ തന്നെ ഏറ്റവും റെയറായ അല്ലെങ്കിൽ അപൂർവമായ ഒരു കൂട്ടുകെട്ടാണ് മോഹൻലാലും ലിജോ ജോസ് പെല്ലിശ്ശേരിയും. തുടക്ക ചിത്രം മുതൽ വലിയ തരംഗങ്ങൾ ചേർത്ത അല്ലെങ്കിൽ മികച്ച ഗുണനിലവാരമുള്ള ചിത്രങ്ങൾ നിർമ്മിച്ച, സംവിധാനം ചെയ്ത സംവിധായകനാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി. ആ ലിജോ ജോസ് പെല്ലിശ്ശേരിയും മോഹൻലാലും കൂടി ചേരുമ്പോൾ വലിയൊരു അത്ഭുതം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണ് പ്രതീക്ഷിക്കുന്നത്? വലിയൊരു സംഭവമായിരിക്കും പടം. ലാലേട്ടന്റെ ഒരു മാരക മാസമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് എല്ലാ തയ്യാറെടുപ്പുകളും ഇവിടെ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നല്ലൊരു പടം ആവട്ടെ, നല്ലൊരു സംഭവം ആവട്ടെ.
ഇത് കേരളം കണ്ട ഏറ്റവും വലിയൊരു സിനിമയാവട്ടെ. 100 കോടിയൊന്നും ഒന്നും അല്ലായിരിക്കും അല്ലേ? കോടികളുടെ കണക്കല്ല, ഞങ്ങൾക്ക് നല്ലൊരു ലാലേട്ടന്റെ നല്ലൊരു മൂവിയാണ് ഞങ്ങൾക്ക് ആവശ്യം. കോടികൾ എത്രയെങ്കിലും ആവട്ടെ, കോടികൾക്കപ്പുറമുള്ള കോടികൾ എത്തട്ടെ. ഓക്കെ, ഇത് ഒരുപാട് നാൾ ആയി കാത്തിരിക്കുന്നതാണ് മോഹൻലാലും ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന സംവിധായകനും. കാരണം ഇപ്പം കേരളത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ സിനിമ എടുക്കുന്ന ആള് ലിജോ ജോസ് പല്ലിശ്ശേരി തന്നെയായിരിക്കും. ആ ഒരു കോമ്പിനേഷൻ നല്ല കോമ്പിനേഷനാണ്. നല്ല ലിജോ ജോസ് പെല്ലിശ്ശേരിനെ കുറിച്ചൊന്നും പറയാൻ നമ്മളാരുമല്ല. അപ്പോൾ ലിജോ ജോസ് പെല്ലിശ്ശേരി, ലാലേട്ടനെ പറ്റി അറിയാത്തവർ കേരളത്തിൽ ആരുമില്ല. അപ്പോൾ നല്ല സംഭവമാവട്ടെ, നല്ല രീതിയിലുള്ള സിനിമയാവട്ടെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാ ഫാൻസുകാരും നല്ല രീതിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതൊരു സംഭവമാവട്ടെ. മലക്കോട്ടെ വാലിബൻ എങ്ങനെയാവുന്ന പ്രതീക്ഷ? മലക്കോട്ടെ വാലിബൻ ഒരു വലിയ സംഭവം തന്നെയാണ് പ്രതീക്ഷ. മുന്നിൽ നമുക്ക് ഒരുപാട് ഒടിയനും മരക്കാരൊക്കെ ഉണ്ടെങ്കിലും ഇത് തകർത്തടിക്കുന്നതാണ് നമ്മളൊരു മനസ്സിലുള്ള എല്ലാ പ്രതീക്ഷകളും അതാണ്. ഇനി എങ്ങനെ വന്നാലും ബോണസ് അത്രേ ഉള്ളൂ. ലാലേട്ടന്റെ സിനിമ ആയതുകൊണ്ട് ഫസ്റ്റ് ഷോ കണ്ടിരിക്കും, അത്രമാത്രം.